വിശുദ്ധ കുർബാനയുടെ ശക്തിയെയും മഹത്വത്തെയും പറ്റി അഗ്രോദായിൽ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയായ്ക്ക് പരിശുദ്ധ കന്യകാമറിയം വെളിപ്പെടുത്തിക്കൊടുത്ത രഹസ്യങ്ങൾ. എൻ്റെ മകളെ, ഹൃദയം കഠിനമാക്കിയ കത്തോലിക്ക വിശ്വാസികൾ തങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് അനുഗ്രഹദായകവും ഉന്നതവും വിശുദ്ധവുമായ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നു. ഈ സ്വർഗീയ ഭക്ഷണം കരഗതമാക്കിയിരിക്കുന്ന അവർക്ക് അത് ശക്തിയും ആരോഗ്യവും നൽകും. സാത്താൻ്റെ പരീക്ഷണത്തെയോ പ്രലോഭനങ്ങളെയോ ഇനിമേൽ ഭയപ്പെടേണ്ടതില്ല. ഈ കുദാശ സ്വീകരണത്തിലൂടെ അവയെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കും. ഈ ദിവ്യരഹസ്യത്തിന് അർഹിക്കുന്ന ശ്രദ്ധ നൽകാത്തതുമൂലം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദാരിദ്ര്യത്തിനും ക്ലേശത്തിനും വിശ്വാസികൾ തന്നെയാണ് ഉത്തരവാദികൾ. ലൂസിഫറും അവൻ്റെ സൈന്യവും ഭയപ്പെടുന്നതും പരിശുദ്ധ കുർബാനയാണ്. അതിൻ്റെ പരിസരത്ത് പോലും ചെല്ലാൻ അവർ അത്യധികം ഭയപ്പെടുന്നു. എന്തെന്നാൽ അതവർക്കു നരകത്തേക്കാൾ ഭയാനകമായ ദുരിതമാണ് സമ്മാനിക്കുന്നത്. പള്ളികളിൽ സാത്താനും അവൻ്റെ ദൂതന്മാരും പ്രവേശിക്കാറുണ്ട്. അത്യധികം പുച്ഛത്തോടെയാണ് അവർ പ്രവേശിക്കുന്നത്. വിശ്വാസികളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് അവരുടെ ഉദ്ദേശ്യം. അത്യധികം പീഡ അനുഭവിച്ചാണെങ്കിലും അവർ ഉള്ളിൽ പ്രവേശിച്ച് ആത്മാക്കളെ പ്രലോഭനങ്ങളിൽ കുരുക്കാൻ ശ്രമിക്കും. ലൂസിഫറും അവൻ്റെ സൈന്യവും ഭയപ്പെടുന്നതും പരിശുദ്ധ കുർബാനയെയാണ്. അതിൻ്റെ പരിസരത്ത് പോലും ചെല്ലാൻ അവർ അത്യധികം ഭയപ്പെടുന്നു. എന്തെന്നാൽ അതവർക്ക് നരകത്തേക്കാൾ ഭയാനകമായ ദുരിതമാണ് സമ്മാനിക്കുന്നത്. പള്ളികളിൽ സാത്താനും അവൻ്റെ ദൂതന്മാരും പ്രവേശിക്കാറുണ്ട്. അത്യധികം പുച്ഛത്തോടെയാണ് അവർ പ്രവേശിക്കുന്നത്. വിശ്വാസികളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് അവരുടെ ഉദ്ദേശ്യം. അത്യധികം പീഡ അനുഭവിച്ചാണെങ്കിലും അവർ ഉള്ളിൽ പ്രവേശിച്ച് ആത്മാക്കളെ പ്രലോഭനങ്ങളിൽ കുരുക്കാൻ ശ്രമിക്കും. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ തന്നെ അവരെ പാപത്തിൽ വീഴ്ത്താൻ അവർ കഠിനവേദന ഏറ്റെടുക്കുന്നു. വിശുദ്ധ കുർബാനയുടെ കൗദാശിക സാന്നിധ്യം പ്രസരിക്കുന്ന വിശുദ്ധി അവരെ പ്രഹരിക്കുന്നു. കർത്താവിനോടും വിശ്വാസികളോടുമുള്ള പകയാണ് ഈ പ്രഹരം ഏൽപ്പിക്കുന്ന പരുക്കുകൾ സഹിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത്. തെരുവീഥികളിലൂടെ ആ ദിവ്യശരീരം സംവഹിക്കപ്പെടുമ്പോൾ പിശാചുകൾ ഭയത്തോടെ ചിതറിയോടുന്നു. അവനോടൊപ്പം സഹയാത്രികരായിരിക്കുന്നവരുടെ പോലും അടുത്തു ചെല്ലാൻ പിശാചുക്കൾ ഭയപ്പെടുന്നു. ദീർഘകാല ശീലം മൂലം സാന്നിധ്യാവബോധം കുറഞ്ഞു പോകുന്നവരെയും അജ്ഞരായ മനുഷ്യരെയും കർത്താവിനെ ബഹുമാനിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പിശാചുകൾ പ്രലോഭിപ്പിക്കും. പള്ളിയിൽ നിന്നും വിശ്വാസിയെ അവർ തീവ്ര പരിശ്രമം നടത്തുന്നു. ഇപ്രകാരം അവർ കർത്താവിനെ ക്രൂരമായി മുറിവേൽപ്പിക്കുന്നു. കർത്താവ് ഈ കൂദാശകളുടെ സാന്നിധ്യത്തിലൂടെ മനുഷ്യഹൃദയത്തിലേക്ക് നിറഞ്ഞ സ്നേഹം ചൊരിയുന്നു. പരിശുദ്ധമായ ഈ അപ്പത്തിൽ പങ്കുചേരാൻ വേണ്ടി അധ്വാനിക്കുന്നവർ എത്രയോ വലിയ ശക്തിയാണ് കർത്താവിൽ നിന്നും സ്വന്തമാക്കുന്നതെന്ന് നീ അറിയണം. മാലാഖമാരുടെ ഈ അപ്പത്തെയും അതിൽ പങ്കുപറ്റുന്ന ആത്മാക്കളെയും ദുഷ്ടാരൂപികൾ ഭയപ്പെടുന്നു. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, വളരെ കുറച്ചു പേർ മാത്രമേ ഓരോ കുർബാന സ്വീകരണത്തിനുമിടയിൽ തങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നുള്ളൂ. ശത്രുവാകട്ടെ അത്തരം മനുഷ്യാത്മാക്കളെ പാപത്തിൻ്റെ പടുകുഴിയിൽ തള്ളിയിടാൻ സദാ ജാഗരൂകതയോടെ നിലകൊള്ളുകയും ചെയ്യുന്നു. അവരെ അശ്രദ്ധയുള്ളവരും മറവിക്കാരും നിസ്സംഗതയുള്ളവരുമാക്കി മാറ്റുന്നതിനാൽ വിശുദ്ധ കുർബാനയുടെ ശക്തി അനുഭവിക്കാൻ കഴിവില്ലാത്തവരായി അവർ മാറുന്നു.